ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തെ ബൈബിൾ പണ്ഡിതർ വിളിക്കുന്നത് തന്നെ മാസ്റ്റർ പീസ് എന്നാണ്. എന്നാൽ ഈ 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്കുള്ള യാത്ര മാസ്റ്റർ പീസ് വിത്തിൻ ദ മാസ്റ്റർ പീസ് എന്നാണ് പറയുന്നത്. കാരണം ഇതെപ്പോൾ വായിച്ചാലും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു അധ്യായവും ആ അധ്യായത്തിനുള്ളിൽ എമ്മാവൂസിലെ യാത്ര ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഭ ഇത് ആവർത്തിച്ച് വായിക്കാനായിട്ട് നമുക്ക് എല്ലാ വർഷവും നൽകും. ഈ രണ്ടാമത്തെ ഈസ്റ്റർ ഞായറാഴ്ച എമ്മാവൂസിലേക്കുള്ള യാത്രയാണ് ശിഷ്യർ. അവർ ശരിക്കും യഥാർത്ഥത്തിൽ എമ്മാവൂസിലേക്ക്, ജെറുസലേമിൽ നിന്ന് 70 മൈൽ അകലെയുള്ള എമ്മാവൂസിലേക്കുള്ള യാത്രയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ പൊതുവേ ഉള്ളത് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര ഈശോ നടത്തുന്ന യാത്രയായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശോ ജെറുസലേമിലേക്ക് മുഖം തിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എമ്മാവൂസിലേക്കുള്ള യാത്ര അവരുടെ തെറ്റായ യാത്രയാണ്. കാരണം അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കാണ് പോകുന്നത്. ജെറുസലേമിലേക്ക് പോകേണ്ട യാത്ര അവർ വഴിമാറ്റി വിടുകയാണ്. വഴിതെറ്റിപ്പോയ ശിഷ്യരാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഓർക്കണം, ആ വഴിതെറ്റിപ്പോയവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഈശോ, അവരുടെ കൂടെ ആയിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിന്ന് ഈ എമ്മാവൂസിൽ വെച്ച ശിഷ്യരെ കണ്ട് അടുത്തായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ, നമ്മൾ തെറ്റിപ്പോയാലും നമ്മുടെ പുറകെ വരുന്ന ദൈവത്തിൻ്റെ കൃപയാണ് ആദ്യം വരുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവരൊക്കെ തെറ്റുകാരാണ്, ദൈവത്തിൻ്റെ കൃപ അവരിലേക്കൊക്കെ വരുമോ എന്ന്. നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ പ്രവർത്തികൾ കൊണ്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നത് എന്നുള്ള തെറ്റായ ചിന്തയും നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഇങ്ങനെ അനുധാവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ആദ്യത്തെ പാപം ചെയ്തപ്പോഴും അവരുടെ അടുത്തേക്ക് ദൈവം വീണ്ടും വീണ്ടും വരികയാണ്. ഇതാ എമ്മാവൂസിലെ ശിഷ്യരുടെ കൂടെ ദൈവം നടക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളവിടെ കാണുകയാണ്. അതിൽ നിന്ന് ആ 2 ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒന്നും അറിയാത്തവനെ പോലെ അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഈശോ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയ്ക്ക് പറയാനുള്ളത് അവരോട് പറയുകയല്ല, അവരെന്താണ് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം പോലും എന്താണ് അവർക്ക് ആവശ്യം അത് വ്യാഖ്യാനിച്ച് നൽകലാണ്. ഈശോ അവരോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. അപ്പോൾ ക്ലെയോപ്പാസ് എന്ന് പറയുന്ന ആ വ്യക്തി ഈശോയോട് മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വ്യക്തി നീയാണോ? വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് ചോദിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അറിയാത്ത ഏക വ്യക്തി നീയാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈശോ അവരോട് ഒന്നും അറിയാത്ത പോലെ എന്താണ് നടന്നത്? അവർ ഈശോയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ വധിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര കൃത്യമായിട്ടാണ് ഈ ക്ലെയോപ്പാസ് ഈ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ ക്ലെയോപ്പാസിന് എല്ലാം അറിയാം. ആരാണ് ക്രിസ്തു, എന്താണ് ക്രിസ്തു എന്നൊക്കെ ക്ലെയോപ്പാസ് പറയുന്നു. പക്ഷെ ക്ലെയോപ്പാസ് വിട്ടുകളയുന്ന, അല്ലെങ്കിൽ എമ്മാവൂസിലെ ആ ശിഷ്യർ വിട്ടുകളയുന്ന ഒന്നുണ്ട്. അത് ക്രിസ്തു യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ക്രിസ്തു ആരായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള അറിവില്ലാതെ പോകുന്നതാണ്. യഥാർത്ഥത്തിൽ അവർ നമ്മുടെ എല്ലാവരുടെയും പ്രതീകങ്ങളാണെന്നേ. കാരണം നമ്മൾക്ക് ഈശോയെക്കുറിച്ച് എല്ലാം അറിയാം. ഈശോയെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാസ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം. പക്ഷേ ക്രിസ്തുവിനെ ആരാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ തെറ്റായ വഴിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എമ്മാവൂസിലെ ഈ 2 ശിഷ്യന്മാരെ പോലെ. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവിടെയാണ് ഈശോ ഇടപെടുന്നത്. പരിശുദ്ധ പിതാവായിരുന്ന ഫ്രാൻസിസ് പാപ്പ പറയും, അക്കമ്പനിമെൻ്റ് എന്ന് പറയും. അവരുടെ കൂടെ ആയിരിക്കുന്നത്. ഈശോ ഈ പറയുന്നതിനെയാണ് അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ ആയിരിക്കുകയാണ് ഈശോ. എന്നിട്ട് ഈശോ അവരോട് വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം. എന്താണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ മുതൽ പ്രവാചകന്മാർ വരെയുള്ള കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്.
എത്രമാത്രം സുന്ദരമായിട്ടുള്ളൊരു അനുഭവമാണ് അവർക്ക് ഈശോ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈശോ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഈശോയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് വരുന്ന പുതിയ നിയമത്തിൻ്റെ ലെൻസിലൂടെ, അല്ലെങ്കിൽ ഈശോ എന്ന ആ ലെൻസിലൂടെ പഴയ നിയമത്തെ വായിച്ചെടുക്കാനായിട്ട് ഈശോ അവരോട് സംസാരിക്കുകയാണ്. മോശ മുതൽ അബ്രഹാത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അബ്രഹാത്തിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്ത ആ ഒരു സന്തതിയുടെ ഇതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. യാക്കോബിൻ്റെ ഗോവണിയെക്കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് മിശിഹ പിറക്കുന്നതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ 54-ാം അധ്യായത്തിലെ സഹനദാസിനെ കുറിച്ച് ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ പറയുന്ന പുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്ന പുതിയ നിയമത്തെക്കുറിച്ച്, പുതിയ നിയമമാകുന്ന ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. മോശ പറഞ്ഞ നിയമങ്ങൾ അതെങ്ങനെയാണ് യേശുവാകുന്ന നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതെന്നതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഖറിയ പ്രവാചകൻ പറയുന്ന മിശിഹ എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം, പഴയ നിയമത്തിലൂടെ ഈശോ എന്ന ആ മിശിഹ എങ്ങനെയാണ് ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചിലരെങ്കിലും പറയാറുണ്ട് പഴയ നിയമത്തിലെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന്. ചില പ്രശസ്തരായ എഴുത്തുകാർ പോലും പറയും എനിക്ക് പുതിയ നിയമമാണ് ഇഷ്ടം, പഴയ നിയമം ഇഷ്ടമല്ല. പക്ഷേ സഭ കാലം മുതൽ തന്നെ പഠിപ്പിക്കുകയാണ്, പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് തന്നെയാണ് വായിക്കേണ്ടത്. വേണമെങ്കിൽ പറയാം, വെളിപാട് പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ വായന ആരംഭിക്കട്ടെ എന്ന് വരെ പറയാറുണ്ട്. ക്രിസ്തുവാകുന്ന ആ സെൻട്രാലിറ്റിയിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തെ വായിച്ചെടുക്കുക എന്ന സാരം. ഈശോ ഇത് വചനങ്ങൾ ഇവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയാണെന്നേ. കാരണം എന്താ? പറഞ്ഞു കൊടുക്കുന്നത് ഈശോ തന്നെയാണ്. എന്നിട്ട് ഈശോ അവരുടെ ഇടയിൽ നിന്ന് കുറച്ച് മുമ്പിലേക്ക് നടക്കാൻ ഭാവിക്കുന്നു. അപ്പോൾ ഈശോയോട് അവർ പറയുകയാണ്, ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുക, ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന്. അപ്പോൾ ഈശോ അവരുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മുറിക്കുന്നു. എന്താണ് അപ്പം മുറിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അപ്പം മുറിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈശോ ചെയ്യുന്നത് കുർബാനയുടെ ചില കാര്യങ്ങളാണ്. കുർബാനയിൽ നമ്മൾ അങ്ങനെയാണ്, അപ്പം ഇങ്ങനെ മുറിക്കുന്നു. ഈശോ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് ആ കുർബാനയുടെ പ്രതീകങ്ങളാണ്. അപ്പോഴവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താ? വിശുദ്ധ കുർബാനയിൽ വചനം, പഴയ നിയമത്തെ അവിടെ എല്ലാ ഞായറാഴ്ചകളിലും മുറിക്കപ്പെടുന്നില്ലേ? എല്ലാ ഞായറാഴ്ചകളിലും വെറുതെയാണോ സഭ ഇങ്ങനെ ലിറ്റർജി ഓഫ് ദ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്? അവിടെ ദൈവവചനം നമുക്ക് വേണ്ടി ഈശോ അവതരിപ്പിച്ചതുപോലെ ഈശോയെക്കുറിച്ച് പറയുന്ന വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് ഈശോ അപ്പം മുറിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈശോയെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ട്. ഇനി അതിനെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ അപ്പം മുറിക്കലിൽ ഈശോയെ കണ്ടുമുട്ടണം. ഈശോയെ കണ്ടുമുട്ടുന്ന ക്ഷമണത്തിൽ ഈശോ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. പ്രശസ്ത എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനുമായിട്ടുള്ള പാൽത്തസാർ പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഡിസപ്പിയേഴ്സ് ഇൻ ടു ദ മിഷൻ. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഈ ക്രിസ്തു അപ്രത്യക്ഷമായെന്ന്. അങ്ങനെയാണ് ആ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും സംഭവിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ അവരെന്താ ചെയ്യുന്നത്? ആ രാത്രിയിൽ തന്നെ അവർ ജെറുസലേമിലേക്ക് തിരികെ പോയി. അവർക്ക് ഭയപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഏതാണ് ജെറുസലേം? അവരവിടെ നിന്ന് വഴിതെറ്റിപ്പോയവരാണ്. അവരെ ഈ അപ്പം മുറിക്കലിൽ ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ആ രാത്രിയിൽ തിരികെ പോയി 11 പേരുടെ അടുക്കലേക്കും തിരികെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മിഷനിലേക്ക് നമ്മളെ തിരിച്ചുവിടുകയാണ്. നിങ്ങളെപ്പോഴും കേട്ടിട്ടില്ലേ, ഈ കുർബാന സമാപിക്കുമ്പോൾ പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു എന്ന് പറയുന്നത് കേട്ടില്ലേ? ഗോ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന, പോകുവിൻ, ദ മാസ് ഈസ് എൻഡഡ് എന്ന് പറയുന്നത്. ഹെൻറി ദെ ലുബാക്ക് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് വത്തിക്കാൻ സെക്കൻഡിൻ്റെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിട്ടുള്ള. അദ്ദേഹം പറയുന്നത്, കുർബാനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്നോ? ഗോ ആൻഡ് ദ മാസ് ഈസ് എൻഡഡ്. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു എന്ന വാക്ക്. നമ്മളത് കേൾക്കുമ്പോഴായിരിക്കും കുർബാന കഴിഞ്ഞു എന്നുള്ള വാക്കാണ് ആ പറയണേന്ന്. ഇല്ലെന്നേ,
അത് നമ്മുടെ മിഷനിലേക്ക് തിരികെ പോകാനായിട്ട് നമ്മളോട് പറയുകയാണ്. ഇവർ യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ പിന്നെ അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരെല്ലാവരും, ദൈവത്തെ കണ്ടുമുട്ടിയവരെല്ലാവരും തന്നെ പിന്നെ അവരുടെ മിഷനിലേക്ക് പോയതായിട്ടാണ് നമ്മുടെ പൂർണ്ണമായ ബൈബിളിലെ ആദ്യം മുതൽ അവസാനം വരെ ഏത് പ്രവാചകൻ എടുത്തു, അവർ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷത്തിൽ അവർ പിന്നെ അവരുടെ മിഷനിലേക്ക് പോവുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പുതിയ നിയമത്തിലും അത് തന്നെയാണ്. ദൈവത്തെ, ക്രിസ്തുവിനെ അവർ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവരുടെ മിഷനിലേക്ക് പോകുന്നു. നമ്മളോട് സഭ ഈ വിശുദ്ധ കുർബാനയിൽ പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പോകേണ്ടത് നമ്മുടെ മിഷനിലേക്കാണ്. തിരികെ പോകേണ്ടത് ജെറുസലേമിലേക്കാണ്. ചിലപ്പോൾ അത് സഹനത്തിൻ്റെ ആയിരിക്കാം, ഭയപ്പെടുത്തുന്ന വശങ്ങളായിരിക്കാം. എന്തു തന്നെയാകട്ടെ, നമ്മുടെ ആ മിഷനിലേക്ക് നമ്മളോട് തിരിച്ചു പോകാനാണ്. തീർച്ചയായിട്ടും ഈ വചനം നമുക്ക് നൽകുന്നത്, നമ്മൾ വഴിതെറ്റിപ്പോയാലും നമ്മളെ വിട്ടുപോകാത്ത ആ ദൈവത്തിൻ്റെ കൃപ നമ്മളറിയാതെ നമ്മളെ അനുധാവനം ചെയ്യുന്നുണ്ട്. ആ അനുധാവനം ചെയ്യുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പക്ഷേ അത് നമ്മൾ ഡാറ്റാസായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥമായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് ഈ പഴയ നിയമത്തെ നമ്മൾ പുതിയ നിയമത്തിലെ ക്രിസ്തുവാകുന്ന ലെൻസിലൂടെ ഒന്ന് വായിച്ചെടുക്കുക. തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ആ ജ്വലിക്കുന്ന നിമിഷത്തിൽ നമ്മൾ കുർബാനയിലേക്ക് തന്നെ തിരികെ വരിക. കുർബാനയിൽ അപ്പം മുറിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളുടെ മുമ്പിൽ അവതരണനാകുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഈ കുർബാനയിൽ തുറക്കപ്പെടുന്ന ഈ കുർബാനയിൽ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യത്തെ നമ്മൾ തിരികെ കൊടുക്കാനായി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ മിഷനിലേക്ക് നമ്മൾ പോവുക. അതാണ് ഈ സുവിശേഷം നമ്മളോട് പങ്കുവെക്കുന്ന വലിയ സന്ദേശം. അതാണ് ഈ മാസ്റ്റർ പീസിൻ്റെ ഉള്ളിലെ മാസ്റ്റർ പീസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ